എടി സുമിയെ, നീ അറിഞ്ഞോ വലിയ പെരുന്നാളിന് കോയാക്ക വരുന്നുണ്ട്? ആണോ? കോൾ അടിച്ചല്ലോ. പിന്നെ അല്ലാണ്ടോ, ഐഫോണൊക്കെ വാങ്ങി വെച്ചിട്ട് ഞമ്മക്ക്. അത് ഇങ്ങക്കാണോ അല്ലെങ്കിൽ ജമീലക്കാണോ? എന്നോട് ഞാൻ പറഞ്ഞിക്കേ അവളെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന്. ഓള് നമ്മളെ കോയാക്കാനെ കണ്ണും കയ്യും ഒക്കെ കാണിച്ച് മയക്കി ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചതാ, അല്ലാതെ നമ്മളെ മാണ്ടാത്തോണ്ടൊന്നല്ല. നമ്മളോട് മാത്രമേ മൂപ്പർക്ക് സ്നേഹം. അല്ലാതാ എന്റെ കോയാക്ക വിളിക്കുന്നത്. ഹലോ. ഹലോ, നമ്മൾ നാളെ എത്തുട്ടോ. നമ്മളെ കൂട്ടാൻ വരും എയർപോർട്ടിൽ രാവിലെ തന്നെ. കൂട്ടാനൊന്നും ആരും വരണ്ട. എന്നിട്ട് വേണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രണ്ടാളും കൂടി ആണ്ടി ഉണ്ടാക്കാൻ. ഒന്നും പറഞ്ഞാൽ പറ്റൂല. എയർപോർട്ടിൽ തന്നെ എനിക്ക് ഐഫോൺ വേണം, അല്ലെങ്കിൽ അതും ജമീല കയ്യിലാക്കും. എൻ്റെ പൊന്നു സൂറ, ഇനി ഒന്ന് സബൂറാക്ക്. എനിക്കുള്ളൊക്കെ നമ്മളെനിക്ക് എന്നെ തരും. നിങ്ങൾ വന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓണടുത്ത് പോയാൽ മതി. ഇനി ഇപ്പോഴേ എങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വരുന്നില്ലേ? അല്ല, അങ്ങനെ പറയല്ലേ, നമുക്ക് പെരുന്നാളിന് കൂടണ്ടേ? അത് ഓർമ്മ ഉണ്ടായാ മതി. ഓ ബേബി, വല്ലാണ്ട് ക്ഷീണിച്ചുവല്ലോ. നെറ്റ്സ് ഒന്നും കഴിക്കാറില്ലേ? മാറങ്ങോട്ട്. ഓളൊരു ബേബി പോവാൻ അറിയുവോളിനോട്. സംസ്കാരമില്ലാത്തവൻ. ഇങ്ങോട്ട് വാ ബേബി. നീ നമ്മളെ കോയാക്കാനെ കൊണ്ടോന്നൊന്ന് എനിക്ക് കാണണല്ലോ. എന്റെ ബേബിയാണ്, എന്റെ കോയാക്കാണ്, എന്റെ ബേബിയാണ്. ഒന്ന് നിർത്തോ? ഞാൻ രണ്ടാളെ കൂടി വരുന്നില്ല. പെരുന്നാൾ കൂടാനല്ലേ ഞാൻ വന്ന്. നിങ്ങൾ രണ്ടാളെ കൂടെ വന്നാലും അത് ശരിയാവില്ല. പെരുന്നാൾ എന്ന് വെച്ചാൽ കുറെ ബിരിയാണി തിന്നലും കറങ്ങാൻ പോവലും അല്ല, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ രണ്ടാക്കും ഇല്ലാണ്ടായില്ലേ ബേബി? വലിയ പെരുന്നാൾ